നമസ്കാരം. രാജകീയ ജീവിതമാണെങ്കിലും രാജസ്ഥാനിൽ സാധാരണക്കാരുടെ പൾസറിഞ്ഞ നേതാവാണ് വസുന്ധര രാജെ. രാഷ്ട്രീയ സാമർഥ്യവും സംഘടനാ പാഠവുമാണ് വസുന്ധര രാജയ്ക്ക് കൈമുതലായുള്ളത്. BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് വസുന്ധര. വാജ്പേയി അദ്വാനി കാലഘട്ടത്തിൽ പയറ്റിത്തെളിഞ്ഞതിൻ്റെ കൂസലില്ലായ്മ വസുന്ധരയിൽ എന്നും പ്രകടമായിരുന്നു എന്നുള്ളതാണ്. BJPയുടെ ദേശീയ നിർവാഹക സമിതിയിൽ അംഗമായി 1984 തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വസുന്ധര രാജെ തുടർന്ന് പാർട്ടിയുടെ നിരയിൽ ക്രമേണ ഉയർന്നു വന്നു. 1985 ധോർപൂരിൽ MLA ആകുന്നു. 1985 രാജസ്ഥാനിലെ BJPയുടെ യുവജന വിഭാഗത്തിൻ്റെ ഉപാധ്യക്ഷ. 2 വർഷത്തിന് ശേഷം BJP സംസ്ഥാന ഘടകത്തിൻ്റെ ഉപാധ്യക്ഷ. 97-98 ജർവാറിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചു കയറുന്നു. തുടർന്ന് 4 തവണ വസുന്ധര ലോക്സഭയിലേക്ക് എത്തപ്പെടുന്നു. വാജ്പേയിയുടെ മന്ത്രിസഭയിൽ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നു. 1998-99 കാലഘട്ടത്തിൽ ആണവോർജ്ജ വകുപ്പ് 99-2003 കാലഘട്ടത്തിൽ ഇവർ കൈകാര്യം ചെയ്യുന്നു. 2003 രാജെ വാജ്പേയിയുടെ നിർദ്ദേശപ്രകാരം രാജസ്ഥാൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 200-ൽ 120 സീറ്റുകൾ നേടി കോൺഗ്രസിനെ തറപറ്റിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറുന്നു വസുന്ധര രാജെ, സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും റോഡുകൾ, കനാലുകൾ, പവർ സ്റ്റേഷനുകൾ എന്നിവ അടക്കമുള്ളവ നിർമ്മിക്കുന്നതിലും ശ്രദ്ധയൂന്നിയുള്ള ഒരു ഭരണമായിരുന്നു ആരംഭിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള സ്വയം സഹായ ചെറുകിട വായ്പാ പദ്ധതിക്ക് ഐക്യരാഷ്ട്രസഭ 2007 അവർക്ക് വുമൺ ടുഗദർ അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു. എന്നാൽ വസുന്ധരയുടെ ഉറച്ച ശൈലി സമുദായ സംഘടനകളുടെ എതിർപ്പിന് വഴിവെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം ജാതി അക്രമ സംഭവങ്ങളും ഭരണത്തിന് കളങ്കമായി തീരുകയും ചെയ്തു. 2008 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റെണ്ണം 78 സീറ്റിലേക്ക് താഴ്ന്നു. പ്രതിരോധങ്ങൾക്കിടയിലും MLA സ്ഥാനം നിലനിർത്തിയ വസുന്ധര രാജെ പ്രതിപക്ഷ നേതാവായി തുടർന്നു. 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം സംഭവിക്കുന്ന പതിവാക്കിയ രാജസ്ഥാനിൽ 2013 വീണ്ടും വസുന്ധര അധികാരമേറ്റു. 163 സീറ്റുകളായിരുന്നു അന്ന് ബലം. ഗോളിയർ രാജകുടുംബത്തിൽ നിന്ന് ദൗലത്പൂർ കുടുംബത്തിലേക്ക് എത്തപ്പെട്ട വ്യക്തിത്വമായിരുന്നു വസുന്ധര രാജെ. മധ്യപ്രദേശിലെ ഗോളിയറിൻ്റെ ഭരണാധികാരികളായിരുന്നു സമ്പന്ന കുടുംബം സിന്ധ്യ രാജകുടുംബത്തിൽ. വസുന്ധരയുടെ ജനനമോടെ ചെറുപ്പത്തിലെ പിതാവ് ജിവാജി റാവു മരണപ്പെടുകയും സ്വാതന്ത്ര്യലബ്ധിയുടെ ശൈശവത്തിലൂടെ രാജ്യം കടന്നു പോകുന്ന ആ കാലത്ത് BJPയുടെ ആദ്യകാല രൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘത്തിലെ മധ്യപ്രദേശിലെ മുതിർന്ന നേതാവായിരുന്നു അമ്മ വിജയരാജെ സിന്ധ്യ. സാമ്പത്തിക ശാസ്ത്രത്തിലും ഒപ്പം തന്നെ രാഷ്ട്രമീമാംസയിലുമൊക്കെ ബിരുദം നേടിയ ശേഷം 1972 രാജസ്ഥാൻ്റെ മരുമകളായി ഹേമന്ത് സിംഗിനൊപ്പം ധൗലത്പൂർ രാജകുടുംബത്തിലേക്ക് വസുന്ധര എത്തുന്നത് പിന്നീട് രാജസ്ഥാനായി ജീവിതലോകം. 1 വർഷം മാത്രമാണ് ദാമ്പത്യം നീണ്ടുനിന്നത്. മകൻ ദുഷ്യന്ത് വളർന്നതോടെ അമ്മയുടെ പാത പിന്തുടർന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. 71 വയസ്സിലും സജീവ രാഷ്ട്രീയം തുടരുന്ന വസുന്ധരയുടെ പ്രവർത്തനകാലം എന്ന് പറയപ്പെടുന്നത് BJPയുടെ രാജസ്ഥാനിലെ ചരിത്രം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. ഇരുട്ടും വെളിച്ചവും മാറി മാറി വീണ വസുന്ധരയുടെ ജീവിതശൈലിയും രാഷ്ട്രീയ ശൈലിയുമൊക്കെ കല്ലേറും പൂമാലയും ഒരുപോലെ ക്ഷണിച്ചു വരുത്തുന്നതായിരുന്നു എന്ന് പറയാം. കലഹപ്രിയയായ വസുന്ധരയുടെ കേന്ദ്ര സംസ്ഥാന ഘടകങ്ങളിലും ഇണക്കവും പിണക്കവും ഒക്കെ പലവട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. BJPയുടെ അകന്നും ചിലപ്പോൾ അടുത്തും നിന്നു. 4 പതിറ്റാണ്ട് നിന്ന രാഷ്ട്രീയ ജീവിതവും 2 തവണ മുഖ്യമന്ത്രിയുമായിട്ടുള്ള വസുന്ധര രാജയ്ക്ക് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയിട്ടും പരിഗണന കിട്ടിയില്ല എന്നുള്ളതാണ്. വസുന്ധരയെ ഒതുക്കാൻ തക്കം പാർത്ത കേന്ദ്ര നേതൃത്വം പുതുമുഖം മുഖ്യമന്ത്രിയാകട്ടെ എന്ന സമവാക്യം സൃഷ്ടിച്ച് വസുന്ധര രാജയെ തടഞ്ഞു നിർത്തും. ഇതോടെ അസ്വസ്ഥയായ വസുന്ധര അനുയായികളായിട്ടുള്ള MLA മാർക്കൊപ്പം പ്രതിഷേധത്തിന് തയ്യാറിട്ട്, മാത്രമല്ല ആ പ്രതിഷേധത്തിന് കോപ്പുകൂട്ടിയെങ്കിൽ കൂടിയും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടി വന്നു. കേന്ദ്രം വസുന്ധരയ്ക്ക് നൽകിയ വാഗ്ദാനം എന്നത് ഇനിയും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുറമെ ഐക്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും വസുന്ധര ഒരു വശത്തും BJPയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ മറുവശത്തുമെന്ന നിലയിലാണ് കാര്യങ്ങൾ രാജസ്ഥാൻ. വസുന്ധരയെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാതെയാണ് BJP തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. ആരാണ് നയിക്കുന്നത് എന്ന ചോദ്യത്തിന് മോദിയാണ് മുഖമെന്ന് സംസ്ഥാന നേതൃത്വം ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായി വസുന്ധര രാജയെ പൂർണ്ണമായി ഒഴിവാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുക അസാധ്യമാണ് എന്ന് BJP നേതാക്കളടക്കം പരസ്യമായും രഹസ്യമായും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വസുന്ധര രാജെ എന്ന് പറയപ്പെടുന്ന രാജകീയ മുഖം ഒരിക്കലും താണുകൊടുക്കുവാൻ തയ്യാറല്ല എന്നുള്ള വളരെ വലിയ പ്രത്യയശാസ്ത്രത്തോട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജനസംഘം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പന്ഥാവിലൂടെ നടന്നു വന്ന വസുന്ധര രാജയ്ക്ക് BJPയെ കഴിഞ്ഞേ ഉള്ളൂ ജീവിതത്തിൻ്റെ മറ്റ് തന്ത്രങ്ങളെല്ലാം. അവർ നൽകുന്ന പരിഗണന ആദ്യം നൽകുന്നത് BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെയാണ്. അതിനപ്പുറം അവർക്ക് മറ്റൊരു ലോകമില്ല എന്നുള്ളതാണ്. അവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും വാജ്പേയിയും LK അദ്വാനിയും അടക്കമുള്ളവരുടെ കാലഘട്ടങ്ങളിൽ തുടങ്ങിയതുകൊണ്ട് തന്നെയാകണം ഇന്നത്തെ ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെ വല്ലാത്ത മഹത്വവൽക്കരിക്കപ്പെട്ട പടവുകൾ കയറി നിൽക്കുന്ന നേതാക്കളെ കാണുമ്പോൾ ഒരിക്കലും വസുന്ധര രാജയ്ക്ക് അതിനോടൊന്നും യോജിക്കാൻ കഴിയാതായി പോകുന്നത്.
അവരുടെ മനസ്സിൽ ഭാരതീയ ജനസംഘം ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ പ്രവർത്തിച്ചു വന്ന പാരമ്പര്യത്തിൻ്റെ കണക്കുകളുണ്ട്. രാജരക്തത്തിൻ്റെ ഒരിക്കലും പറഞ്ഞാൽ തീരാത്ത അത്രയും ക്ഷത്രിയ രക്തത്തിൻ്റെ ഒരു മേന്മയുമുണ്ട്. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ വസുന്ധരാജെ സിന്ധ്യ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നത്, മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് BJP എന്ന് പറയപ്പെടുന്ന മുഖത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഒരു നേതാവ് എന്നതിനപ്പുറം നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ, ആ പ്രധാനമന്ത്രിയെ ഒന്നുകൂടി പരിഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ വസുന്ധര രാജെ എന്ന് പറയപ്പെടുന്ന ഈ വനിതാ രത്നത്തിൻ്റെ മഹത്വം മറ്റൊരു തരത്തിലായിരുന്നേനെ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇന്നത്തെ ഈ പുതുതലമുറയെ അല്ലെങ്കിൽ പുതിയ ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കാൻ കഴിയാതായി പോകുന്നത് വസുന്ധര രാജയുടെ പിടിപ്പുകേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വസുന്ധര രാജെ ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാൻ എന്തുകൊണ്ടും യോഗ്യയായിരുന്നു. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ എന്തുകൊണ്ടാണോ അവർ പരിഗണിക്കാൻ ശ്രമിക്കാതിരുന്നത്, അതുതന്നെയാണ് വസുന്ധര രാജയുടെ വീഴ്ചകളും. അങ്ങനെ വീഴ്ചയുടെ കാലം കഴിഞ്ഞ് പുതിയൊരു തുടക്കമുണ്ടാകുന്നതിന് നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വസുന്ധര രാജയ്ക്ക് കഴിയുമെന്നുള്ളൊരു വലിയ പ്രത്യയശാസ്ത്രം കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൽ പുതിയ ചിന്തകളുമായി വസുന്ധര രാജെ BJPയെ മറന്ന് മുന്നോട്ട് പോകാതെ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം.